നമസ്കാരം. ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. പടിഞ്ഞാറൻ ശക്തികളുടെ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഏകാധിപരമായ നയങ്ങൾക്കെതിരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ശബ്ദങ്ങൾ ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ശക്തമായ ഉദാഹരണമാണ് 2026 മെയ് 14 ഡൽഹിയിൽ നടന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി നടത്തിയ പ്രസ്താവനകൾ. അതെ, യുദ്ധത്തിന് തയ്യാറാണ്, പക്ഷേ നയതന്ത്രത്തെ സംരക്ഷിക്കും. ഇതായിരുന്നു ഇറാന്റെ പ്രഖ്യാപനം. ഇതുവരെ വെറുമൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ വെറുമൊരു മുന്നറിയിപ്പല്ല, മറിച്ച് നിലവിലുള്ള ലോകക്രമം മാറാൻ പോകുന്നു എന്നതിന്റെ ശക്തമായ താക്കീത് കൂടിയാണ്. ദശാബ്ദങ്ങളായി അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സാമ്പത്തിക ഉപരോധങ്ങൾക്കും സൈനിക ഭീഷണികൾക്കും ഇടയിലാണ് ഇറാൻ നിൽക്കുന്നത്. എന്നാൽ ഈ സമ്മർദ്ദങ്ങളൊന്നും ഇറാന്റെ ആത്മവീര്യത്തെ തകർത്തെറിഞ്ഞിട്ടില്ല. അക്കാര്യം അബ്ബാസ് അരാഗ്ചി അടിവരയിട്ട് പറയുന്നുണ്ട്. ഇറാൻ ഒരു വിഘടിത രാഷ്ട്രമല്ല, മറിച്ച് സമ്മർദ്ദമുണ്ടാകുമ്പോൾ കൂടുതൽ ഐക്യത്തോടെയും കരുത്തോടെയും ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ജനതയാണ്. ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്ന ക്രൂരവും നിയമവിരുദ്ധവുമായ ആക്രമണങ്ങളെ ചെറുക്കാൻ തങ്ങൾ സൈനികമായി സുസജ്ജമാണ്. ഇക്കാര്യം വ്യക്തമാക്കുമ്പോഴും സമാധാനപരമായ ചർച്ചകൾക്കും നയതന്ത്രത്തിനും തങ്ങൾ വാതിൽ അടച്ചിട്ടില്ല എന്ന സന്തുലിതമായ നിലപാട് കൂടെ ഇറാൻ വ്യക്തമാക്കുന്നുണ്ട്. ലോകമെന്ന പടിഞ്ഞാറൻ ശക്തികളുടെ ആധിപത്യത്തിൽ നിന്നും വിമുക്തമായ ഒരു ബഹുധ്രുവ ലോകക്രമത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ മുൻനിരയിൽ നിൽക്കുന്നത് ഗ്ലോബൽ സൗത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വികസ്വര രാജ്യങ്ങളാണ്. പടിഞ്ഞാറൻ തെറ്റായ മേധാവിത്വ ബോധം തകർക്കണമെന്ന, അതായത് പടിഞ്ഞാറിന്റെ ഈ തെറ്റായ മേധാവിത്വ ബോധം തകർക്കണമെന്ന അരാഗ്ചിയുടെ ആഹ്വാനം ആഗോള ദക്ഷിണ ഇന്ത്യൻ രാജ്യങ്ങളുടെ ഒരു പൊതുവികാരമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പൊതുവികാരമാണ് ഈ ഒരു അഭിപ്രായത്തിൽ പ്രതിഫലിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെ സ്വന്തം താല്പര്യങ്ങൾക്കായി വളച്ചൊടിക്കുന്ന അമേരിക്കൻ ശൈലിയെ കഠിനമായി വിമർശിക്കുകയാണ്. സാമ്രാജ്യത്വ ശക്തികൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അവരുടെ നിരാശയും ആക്രമണോത്സുകയും ലോക സമാധാനത്തിന് ഭീഷണിയാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, ദക്ഷിണാഫ്രിക്ക എന്നിവയ്ക്ക് പുറമെ ഇറാൻ ഉൾപ്പെടെയുള്ള പുതിയ അംഗങ്ങൾ ചേർന്ന ബ്രിക്സ് പ്ലസ് ഇന്ന് ലോകത്തിലെ ഏറ്റവും ശക്തമായ നയതന്ത്ര കൂട്ടായ്മയായി വളർന്നിരിക്കുന്നു. ഡൽഹിയിൽ നടന്ന യോഗത്തിൽ ഇന്ത്യയുടെ അധ്യക്ഷതയിൽ അരങ്ങേറിയ ചർച്ചകൾ ഇറാന്റെ നിലപാടുകൾക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ബ്രിക്സ് എന്നത് വെറുമൊരു സാമ്പത്തിക കൂട്ടായ്മയല്ല, മറിച്ച് പടിഞ്ഞാറൻ ഏകപക്ഷീയതയെ ചെറുക്കാനുള്ള രാഷ്ട്രീയ കവചം കൂടിയാണ്. ഇങ്ങനെയാണ് ഇറാൻ വിശ്വസിക്കുന്നത്. ഇറാന്റെ സൈനികർ ജീവൻ ബലി നൽകുന്നത് തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് എല്ലാ ബ്രിക്സ് രാജ്യങ്ങളുടെയും പരമാധികാരം സംരക്ഷിക്കാനാണ് എന്ന നിലപാട്, എന്ന അരാഗ്ചിയുടെ നിലപാട് അല്ലെങ്കിൽ ഇറാന്റെ നിലപാട് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വൈകാരികവും രാഷ്ട്രീയവുമായ വലിയ ചലനങ്ങൾ ഈ പ്രസ്താവനയ്ക്ക് സൃഷ്ടിക്കാൻ സാധിച്ചതും. എന്ത് നിയമലംഘനം നടത്തിയാലും തങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ല എന്നൊരു ഭാവം അമേരിക്ക അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ഇക്കാര്യം ഇറാൻ ആവശ്യപ്പെടുന്നുണ്ട്. പല ബ്രിക്സ് രാജ്യങ്ങളും അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഇരകളായിട്ടുണ്ട്. ഈ ബുള്ളിംഗ് തന്ത്രങ്ങൾ കൂട്ടായി വെല്ലുവിളിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഇക്കാര്യം അന്താരാഷ്ട്ര നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകണം. ഫലസ്തീൻ വിഷയത്തിലും പശ്ചിമേഷ്യയിലെ മറ്റ് സംഘർഷങ്ങളിലും അമേരിക്ക സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പിനെതിരായ ബ്രിക്സ് രാജ്യങ്ങളെ ഒരൊറ്റ ശബ്ദമായി മാറേണ്ടതിന്റെ ആവശ്യകതയാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. 2026 ബ്രിക്സ് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന ഇന്ത്യക്ക് ഈ വിഷയത്തിൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയെ ഇന്ത്യ സ്വീകരിച്ച രീതിയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയ നയതന്ത്ര ഇടപെടലുകളും വളരെ ശ്രദ്ധേയമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധത്തിലും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിലും ഇന്ത്യ സ്വീകരിക്കുന്ന നിഷ്പക്ഷവും എന്നാൽ തത്വാധിഷ്ഠിതവുമായ നിലപാട് ഇറാന് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. അമേരിക്കയുമായി നല്ല ബന്ധം പുലർത്തുമ്പോൾ തന്നെ ഇറാന്റെ ന്യായമായ ആവശ്യങ്ങളെയും അവരുടെ പരമാധികാരത്തെയും ഇന്ത്യ മാനിക്കുന്നു എന്നത്
ലോകരാഷ്ട്രീയത്തിലെ സവിശേഷമായൊരു കാഴ്ച കൂടിയാണ്.